CPM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന വിവാദ പ്രസ്താവനയുമായി CPM മുതിർന്ന നേതാവ് ജി സുധാകരൻ 36 കൊല്ലം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടിയാണ് ഈ കൃത്രിമം നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നാണ് ജി സുധാകരൻ്റെ പക്ഷം. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ വിവാദ പ്രസ്താവന നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപാട് പോസ്റ്റർമാരുണ്ട് സാറിന്. അപ്പോൾ എല്ലാം ദേശീയാസത്തിൽ ഞങ്ങൾ ഒട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായോ? അതൊക്കെ തെറ്റായ കാര്യമാണ്. NGO യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടനയിൽ പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയിൽ ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല. എന്ത് കരുതരുത് പാർട്ടിയിൽ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ദേവദാസിൻ്റെ, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ഈ പ്രസ്താവന ഇതിനകം തന്നെ വിവാദമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ. SKN ഇത് സംബന്ധിച്ച് വിശദീകരണം ഇപ്പോൾ ജി സുധാകരൻ നൽകുന്നത് അദ്ദേഹം നേരിട്ടല്ല. ഈ 36 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1989 നടന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് ദേവദാസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കെ വക്കം പുരുഷോത്തമനുമായി നടന്ന മത്സരത്തിലാണ് ഈ വിധത്തിൽ ബാലറ്റ് പൊട്ടിച്ച് കൊണ്ട് താൻ തപാൽ തിരുത്തി വീണ്ടും അത് രേഖപ്പെടുത്തി എന്നുള്ള വിവാദ പരാമർശം അദ്ദേഹം ഇന്നലെ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. പക്ഷേ അദ്ദേഹം അത് തിരുത്തുകയാണ്. അദ്ദേഹം നേരിട്ടല്ല തിരുത്തിയത്, ഉദ്യോഗസ്ഥർ മുഖേന സാധാരണ സർവീസ് സംഘടനകളുടെയും പാർട്ടിയുടെയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള തപാൽ വോട്ടുകൾ ലഭിക്കുക പാർട്ടി ഓഫീസുകളിലാണ്. അന്നത്തെ കാലമാണ്. പാർട്ടി ഓഫീസുകളിൽ നിന്നാണ് അത് പിന്നീട് ഇലക്ഷൻ കമ്മീഷന് കൈമാറുക. ആ സമയത്ത് ഇത്തരം ചില തിരുത്തുകൾ വരുത്താറുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, അതായത് CPM വോട്ടുകളാണെങ്കിൽ കൂടി 90% വോട്ടുകൾ മാത്രമേ ഇടതുപക്ഷ അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികളിലേക്ക് എത്തുകയുള്ളൂ. ഇനി സർവീസ് സംഘടനകളുടെ വോട്ടുകളാണെങ്കിൽ അത് സർവീസ് സംഘടനകളുടെ പ്രതിനിധികൾ തന്നെ മത്സരിച്ചാൽ പോലും 85%, അതായത് NGO യൂണിയൻ പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള സർവീസ് സംഘടനകളിൽ നിന്നുള്ള വോട്ട് പോലും പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും 85% മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള തപാൽ വോട്ടുകളുടെ വിശ്വാസ്യത, ഈ വോട്ടുകൾ കൃത്യമായി പാർട്ടി വോട്ടുകളാണോ എന്ന് പണ്ടൊക്കെ തന്നെ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം 89 കഥ പറയുന്നത്. ദേവദാസുമായി മത്സരിച്ച സമയത്ത് അന്ന് പക്ഷേ 500,000 വോട്ടിന് വക്കം പുരുഷോത്തമൻ ജയിച്ചു. പക്ഷേ അന്ന് താൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി കൂടിയായിരുന്നു, അതായത് പാർട്ടിയുടെ പ്രതിനിധി കൂടിയായിരുന്നു, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി കൂടിയായിരുന്നു. അന്ന് ഈ വിധത്തിൽ തപാൽ പൊട്ടിച്ചുകൊണ്ട് അത് തിരുത്തി വീണ്ടും രേഖപ്പെടുത്തി എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് ഇപ്പോൾ നേരിട്ടല്ല, ഉദ്യോഗസ്ഥർ മുഖേന അന്ന് അതൊക്കെ സാധാരണ സംഭവമാണെന്ന രീതിയിലാണ് അദ്ദേഹം നിലവിൽ വിശദീകരിക്കുന്നത്. SKN.